ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഓഫ് ഡേ എങ്ങനെയായിരുന്നു പോയെന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം ഓഫ് ഡേയുടെ അന്നാണ് കൂടുതലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം അന്ന് രാവിലെ തന്നെ റൂമൊക്കെ ഒന്ന് വാക്കം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വാക്കം എടുത്തു, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പം ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ബെഡൊക്കെ നല്ലപോലെ വിരിച്ചിട്ട് ജനലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യും. ടേബിള് ചെയർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടും. അപ്പം റൂം നല്ലപോലെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. വീക്കിലി വൺസ് ചെയ്യുന്നപ്പം കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിന് ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുക. എല്ലാം ഒന്ന് പൊടിയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കിച്ചൺ പ്രിപ്പറേഷൻസുകളുണ്ട്. അപ്പം കിച്ചൺ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീക്കിലേക്ക് നമ്മൾ ജോവറിൻ്റെ ഒരു ബാറ്റർ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പം ഇപ്പം ഞാൻ കൂടുതലും ഇത് വെച്ചിട്ടാണ് ദോശ ആക്കാറുള്ളത്. അപ്പം ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇതും കുറച്ച് ഉഴുന്നും കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാമല്ലോ. അതിനുശേഷം കുറച്ച് കുക്കിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് ബ്രൊക്കോളി മുട്ടയും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു തോരൻ പോലെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. പാക്ക് ആൻഡ് സേവിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അന്ന്. പൊട്ടറ്റോ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാഗ് പൊട്ടറ്റോ ഇങ്ങെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ്സ് ഉണ്ടായിരുന്നു. ക്യാരറ്റ്സ് നോക്കി. പിന്നെ ഇവിടെ ഓഫേഴ്സിൻ്റെ ടൈമിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ ഡിസ്കൗണ്ട് പ്രൈസിൽ എടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ പോയ ദിവസം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് നോക്കി. സാൽമൺ നോക്കി, പക്ഷേ എടുത്തില്ല. പിന്നെ ബ്രെഡ് എടുത്തു, പോർക്ക് എടുത്തു, ചിക്കൻ എടുത്തു, പൊട്ടറ്റോ എടുത്തു. പിന്നെ വെജീസിൻ്റെ സെക്ഷനിൽ നിന്ന് ബ്രൊക്കോളി എപ്പോൾ കണ്ടാലും ബ്രൊക്കോളി എടുക്കാറുണ്ട്. ബ്രൊക്കോളി എടുത്തു. പിന്നെ മീറ്റിൻ്റെ സെക്ഷനാണുള്ളത്. അപ്പം മീറ്റ്, ഫിഷ്. ഇപ്പം ഫിഷിൻ്റെ സെക്ഷനിലാകുമ്പം ഇവിടുന്ന് നമുക്ക് ഫ്രഷ് മീനാണ്. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് തരും. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മീൻ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനുണ്ട്, നമുക്കത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഞണ്ടുണ്ടായിരുന്നു. പിന്നെ മീൻ മുട്ടയുണ്ട്. അപ്പം ഏത് വേണമെങ്കിലും അത് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് പോയി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ സ്ലൈസ്ഡ് ആയിട്ടുള്ള മീനുകളുണ്ട്. പിന്നെ മിൽക്ക്. ഇവിടെ മിൽക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മിൽക്കുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരം എടുക്കാറുള്ള ഒരു കുപ്പി പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രെഡിൻ്റെ സെഷൻ. ഇതാണ് ബ്രെഡിൻ്റെ സെഷൻ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ഥിരം എടുക്കാറുള്ള ഒരു ബ്രെഡാണ് ചൂസ് ചെയ്തത്. അപ്പം അതിൽ നിന്ന് ആ ഒരു ബ്രെഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രോസൺ വെജീസാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ വെണ്ടയ്ക്ക, നമ്മുടെ തേങ്ങ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫ്രോസൺ വെജീസ് അതൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ സെൽഫ് ചെക്കൗട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്യുക. അപ്പം നമുക്ക് സെൽഫ് ചെക്കൗട്ട് അടിക്കാം. അപ്പം സെൽഫ് ചെക്കൗട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഗാർലിക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോ, അത് ഓഫറിൽ കിട്ടിയതുകൊണ്ടാണ് അത്രയും വലിയൊരു ബാഗ് പൊട്ടറ്റോ എടുത്തത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയായിരുന്നു. അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഈവനിങ് ഒക്കെ ആയി. ഈവനിങ് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.